ശബരിയുടെ ആശ്രമം സന്ദർശിച്ച് ശബരിയിൽ നിന്ന് സുഗ്രീവൻ എന്ന് പറയുന്ന വാനരനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഭഗവാൻ പമ്പാസരസിൻ്റെ തീരത്ത് ഋഷ്യമുഖാചലത്തിൽ വസിക്കുന്ന സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തോടെ നടക്കുകയാണ്. ശബരി കൊടുത്തിട്ടുള്ള ഉപദേശം അങ്ങയുടെ പത്നിയെ കിട്ടാൻ വേണ്ടിയിട്ട്, രാവണൻ എന്ന് പറയുന്ന രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ പത്നിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഏത് ദുഃഖമാണോ ഇപ്പോഴനുഭവിക്കണത്, പത്നീവിരഹ ദുഃഖം അങ്ങ് അനുഭവിക്കണത് മാതിരി അതേ ദുഃഖം അനുഭവിക്കണ ഒരാൾ ഋഷ്യമുഖ പർവ്വതത്തിലുണ്ട്. സുഗ്രീവൻ എന്നാണ് അയാളുടെ പേര്. ഒരു വാനരനാണ്. കിഷ്കിന്ധയിലെ രാജാവായിട്ടുള്ള ബാലിയുടെ അനുജനാണ്. ആ സുഗ്രീവനുമായിട്ട് അങ്ങ് സഖ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പമ്പാസരസിൻ്റെ തീരത്ത് ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും രണ്ട് സൂര്യന്മാർ ഭൂമിയിൽ വന്നതുമാതിരിയുള്ള തേജസ്സോടു കൂടിയിട്ട് നടക്കുന്നത് കണ്ട് ആ ഋഷ്യമുഖ പർവ്വതത്തിലിരിക്കുന്ന സുഗ്രീവൻ ആധിയായി. കാരണം രണ്ട് ബ്രാഹ്മണന്മാരെ മാതിരിയാണ് ഇവർ നടക്കുന്നത്. രൂപം, വേഷം ഇതൊക്കെ ബ്രാഹ്മണൻ്റെതാണ്. താപസൻ്റെ വേഷമാണ്. മരമുരിയൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. രാജാലങ്കാരങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ വേഷത്തിൽ സംശയം ജനിപ്പിക്കുന്നതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്. ചാപബാണങ്ങളോടുകൂടിയാണ് നടപ്പ്. ബ്രാഹ്മണൻ്റെ വേഷം, താപസൻ്റെ വേഷം, എന്നാൽ ക്ഷത്രിയൻ്റെ ആയുധങ്ങൾ കയ്യിൽ. ഇത് കണ്ടപ്പോഴാകെ സംശയമായി. കാരണം ബാലി തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ട ആൾക്കാരാണ്. ബാലിക്ക് വരാൻ പറ്റില്ല എന്നേ ഉള്ളൂ, മറ്റുള്ളവരെ വിടാൻ പറ്റില്ല എന്നില്ല. അതുകൊണ്ട് ബാലി വിട്ട ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇഷ്ടനായിട്ടുള്ള മന്ത്രിയെ വിളിച്ചു, ഹനുമാൻ സ്വാമി. അവിടെയാണ് നമ്മൾ ഹനുമാൻ സ്വാമിയെ കാണുക. ആ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, രണ്ടുപേരെ കണ്ടോ നീ? ആ വരണ രണ്ടുപേര് കണ്ടാൽ ബ്രാഹ്മണരാണെന്ന് തോന്നും, താപസന്മാരാണെന്ന് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല താപസന്മാരാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അത് നന്നായിട്ട് പിടിച്ചുപയോഗിച്ച ശീലമുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ പിടിച്ചിട്ടുള്ളതല്ല. അതിൽ നല്ല കൈത്തഴക്കം വന്നവരാണ്. അതുകൊണ്ട് നീ ചെന്നിട്ട് വിപ്രവേഷം ധരിച്ചിട്ട് നീ ചെന്ന് അവരുടെ വൃത്താന്തം അറിഞ്ഞിട്ട് വരിക. ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത, നല്ല ശുദ്ധമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളാണ്. വാക്കുകളിൽ ഒരു അപശബ്ദം പോലും ഉണ്ടാവില്ല. വൈയാകരണനാണ്. വ്യാകരണത്തിൻ്റെ മറുകര കണ്ട ആളാണ്. സ്വയം സൂര്യനാണ് വ്യാകരണം പഠിപ്പിച്ചതെന്ന് പറയും ഹനുമാൻ സ്വാമി. അങ്ങനെയുള്ള ആൾ, അങ്ങനെ ശുദ്ധമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം, ഏതൊരു വ്യക്തിയുടെയും ഇംഗിതം, എന്താണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം എന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത. അതുകൊണ്ട് നേരെ വിട്ടു. ഹനുമാൻ സ്വാമി ഒരു വടുവിൻ്റെ വേഷത്തിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാ? രണ്ട് കുമാരന്മാർ, തേജസ്വികളായിട്ടുള്ള ക്ഷാത്രവീര്യം തുളുമ്പുന്ന രണ്ട് കുമാരന്മാർ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ്, പിന്നെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വന്നതാണെന്നൊക്കെ. ആ സമയത്ത് ഭഗവാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അത് ലക്ഷ്മണനോട് പറഞ്ഞും കൊടുക്കണ്ട്. നല്ല വൈയാകരണനാണ് വന്നിട്ടുള്ളത്. ഈ വടു ചില്ലറക്കാരനല്ല, നല്ല വാക്ക് പറയുന്ന ആളാണ്. തെറ്റില്ലാത്ത വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി തൻ്റെ വൃത്താന്തവും പറഞ്ഞു. ഞാനിങ്ങനെ അഞ്ജനാതനയനാണ്. സുഗ്രീവൻ എന്ന് പറയുന്ന വാനരരാജൻ്റെ, വാനരശ്രേഷ്ഠൻ്റെ മന്ത്രിയാണ്. ഇങ്ങനെ അങ്ങ് അനുഭവിക്കണ മാതിരി തന്നെ ദുഃഖം ഞങ്ങളുടെ രാജാവും അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാനരപ്രമുഖനായിട്ടുള്ള സുഗ്രീവനും അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ശത്രുക്കളെ മുഴുവൻ ഇല്ലാണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള വേല ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പും കൊടുത്തു. എന്നിട്ട് രണ്ടുപേരെയും തൻ്റെ പുറത്തിരുത്തിക്കൊണ്ട് ഋഷ്യമുഖ പർവ്വതത്തിലെത്തിച്ചു. ആ സമയത്ത് പരസ്പരം തങ്ങളുടെ വൃത്താന്തങ്ങൾ എല്ലാവരും കൈമാറി. ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ വൃത്താന്തം പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യം. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ഞാൻ സീതാസമേതനായിട്ട് ഈ ലക്ഷ്മണനോടും കൂടി കാട്ടിൽ വന്നതാണ്. ഒരു രാക്ഷസൻ എൻ്റെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയി. ഇപ്പം ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് സുഗ്രീവൻ പറയുന്നത്, ഇങ്ങനെ ഇതേ കാര്യം ഒരു രാക്ഷസൻ, സുന്ദരിയായിട്ടുള്ള ദേവസ്ത്രീകൾക്ക് ഒക്കും എന്ന് തോന്നുന്ന അത്രയും വശ്യമായിട്ടുള്ള സൗന്ദര്യത്തോടു കൂടിയവളായിട്ടുള്ളൊരു സ്ത്രീയെ അപഹരിച്ച് ആകാശമാർഗേ പോണത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ സ്ത്രീ താഴെ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവളുടെ ആഭരണങ്ങൾ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ ആഭരണങ്ങൾ കണ്ടാൽ അങ്ങേക്ക് ചിലപ്പോൾ മനസ്സിലാവും അങ്ങയുടെ പത്നിയുടേതല്ലേ എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ആഭരണങ്ങൾ ഭഗവാനെ കാണിച്ചു. അത് കണ്ടപ്പോഴത്തന്നെ ഭഗവാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു പ്രാകൃതന മാതിരി കരഞ്ഞു എന്നാണ് പറയുക. എഴുത്തച്ഛൻ പറയുന്നത്, ഭഗവാൻ പ്രാകൃതന മാതിരി നിലയൊക്കെ വിട്ട് കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എപ്രകാരമാണോ എൻ്റെ പത്നിയെ വിട്ടിരിക്കണത് അതേമാതിരി അവളെ വിട്ടിട്ട് നിങ്ങളും ഇരിക്കുകയാണല്ലോ. എൻ്റെ ആഭരണങ്ങൾ ഞാൻ അനുഭവിക്കണം അതേ ദുഃഖം നിങ്ങൾ അനുഭവിക്കുകയാണ്. ദേവിയെ പിരിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോഴേ രണ്ടുപേരും അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിസാക്ഷിയായിട്ട് മൈത്രി ഉണ്ടാക്കി. അതിന് സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ അതിന് കാര്യക്കാരനായിട്ട് ഹനുമാൻ സ്വാമി കൂടെയുണ്ട്. ഇവരുടെ ബാന്ധവത്തിന് കാരണക്കാരനായിട്ട് ഹനുമാൻ സ്വാമിയാണ്. അതേ ഹനുമാൻ സ്വാമിയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തന്മാരിൽ അഗ്രേസരനായിട്ടിരിക്കുന്നത്. സദാ രാമനാമത്തെ മാത്രം ചിന്തിച്ച്, സദാ രാമനാമത്തെ മാത്രം സ്വീകരിച്ച്, ആ രാമനാമത്തിൽ മാത്രം ജീവിച്ച ആൾ ഹനുമാൻ സ്വാമി.
ആ ഹനുമാൻ സ്വാമിയെ സദാ നമസ്കരിച്ചുകൊണ്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും സീതാദേവിയും ഒക്കെ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം.